ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് ഫ്രാക്ഷൻ. കണ്ടിന്യൂസ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് കണക്കുകൾ തരാറുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് 1/1+1/1+1/2. ഓക്കെ, ഇതുപോലെ ചോദ്യങ്ങൾ തരുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കണക്കൊക്കെ നിങ്ങൾ ചോദ്യമൊക്കെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലസിന് നേരെയാണ് ഈ ലൈന് കിടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ പ്ലസിന് നേരെയാണ് ഈ ലൈന് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ഫ്രാക്ഷൻ നമ്മൾ ചെയ്യേണ്ടത് താഴെ നിന്ന് മുകളിലോട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ താഴെ ഉള്ള ഏതാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഇത് ചെയ്യാൻ പോകണം. 1+1/2, 1+1 നമുക്കറിയാം 1.5 അല്ലേ? ഇത് ചെയ്യാൻ ഫസ്റ്റ്. ഓക്കെ, എന്താണ് 1+1/2? ഓക്കെ, 1+1/2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂട്ടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൂട്ടേണ്ടത്? ഈ രണ്ടും ഒന്നും ഗുണിക്കും, +1 അല്ലെ? 2ഉം 1ഉം ഗുണിച്ചാൽ 2, എന്നിട്ട് എന്ത് കൂട്ടണം? ഈ 1 കൂട്ടണം. 2 1 കൂട്ടിയാൽ 3. ക്ലിയർ ആയല്ലോ? ഡിവൈഡ് ബൈ ഛേദമായിട്ട് ഈ 2 തന്നെ എഴുതണം. എന്ന് പറഞ്ഞാൽ 1+1/2 കൂട്ടി കഴിഞ്ഞാൽ 3/2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉത്തരം നമുക്ക് 3/2 എന്നാണ് കിട്ടിയത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 1/ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് എന്നാണ്. ഇവിടെ 1/3/2 എന്ന് വരില്ല. ഇത്രയും ടേം നമ്മൾ 3/2 അല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ 1/3/2 എന്ന് പറഞ്ഞാൽ 3/2ൻ്റെ റെസിപ്രോക്കൽ എന്നാണ് അർത്ഥം. ഓക്കെ, ശ്രദ്ധിക്കുക, 7/5 ഇവിടെ ഒരു 1/7/5 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ, 7/5ൻ്റെ റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? താഴെയുള്ള സംഖ്യ മുകളിലും മുകളിലുള്ള സംഖ്യ താഴെയും എഴുതാൻ അർത്ഥം. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ 7/5ൻ്റെ റെസിപ്രോക്കൽ 5/7. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ 3/2 കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി ഇവിടെ എന്തുണ്ട്? 1/ ഉണ്ട് അല്ലേ? 1/3/2 എന്ന് പറഞ്ഞാൽ 1/ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ, 3/2ൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ നമുക്കിവിടെ 1/3/2 എന്ന് പറഞ്ഞാൽ 3/2ൻ്റെ റെസിപ്രോക്കൽ എത്രയാ? 2/3 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടും 1+1+, ഇത്രയും ഭാഗം നമുക്ക് എന്ത് കിട്ടി? 2/3 എന്നായി. ഈ 3/2 എങ്ങനെ 2/3 ആയത് മനസ്സിലായോ? എങ്ങനെയാണ്? ഇവിടെ 1/ വന്നതുകൊണ്ട് 1/ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പം ഇത്രയും ഭാഗമാണ് നമുക്ക് 2/3 എന്ന് കിട്ടിയത്. ഇനി ഇവിടെ ഒരു 1+ ഉണ്ടല്ലോ. ഒക്കെ നമുക്കത് ചെയ്യാം. 1+2/3 അങ്ങനെ ചെയ്യാൻ പറ്റും. ആദ്യം നമുക്കറിയാം, ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും കൂട്ടാൻ നമ്മൾ പഠിച്ചതാണ്. ഈ 3ഉം 1ഉം ഗുണിക്കും 3 എന്ന് കിട്ടും, +2. അപ്പം 3+2 5/3. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ഭാഗം നമുക്ക് ഏത് കിട്ടി? ഇത്രയും ടേം അല്ലേ? ഇത്രയും ടേം നമുക്ക് എന്ത് കിട്ടി? 5/3 എന്ന് കിട്ടി. കാര്യങ്ങൾ മനസ്സിലായി നിങ്ങൾക്ക്? താഴെ നിന്ന് മുകളിലോട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം 1+1/2 ചെയ്തു. അത് ചെയ്തപ്പോൾ നമുക്ക് 3/2 കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ 1/ പറഞ്ഞതുകൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ 3/2ന്റെ റെസിപ്രോക്കൽ 2/3. അപ്പൊ ഇത്രയും ഭാഗം നമുക്ക് 2/3 എന്ന് കിട്ടി. മനസ്സിലാണ്ടല്ലോ? പിന്നെ 1+2/3 അതാണ് ഇവിടെ ചെയ്തത്. 1+2/3 എന്ന് പറഞ്ഞാൽ 5/3. അപ്പൊ ഇത്രയും ടേം ആണ് നമുക്ക് 5/3 കിട്ടിയത്. ക്ലിയർ ആയോ? ഇനി എന്തുണ്ട്? ഒരു 1/1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. 5/3ന്റെ റെസിപ്രോക്കൽ എടുത്ത ഉത്തരം കിട്ടി. 5/3ന്റെ റെസിപ്രോക്കൽ 3/5. നമ്മുടെ ആൻസർ 3/5 എന്നാണ്. ഓക്കെ, വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി 1-2 ഉദാഹരണം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ് ഫ്രാക്ഷനിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2+1/2+2/5+2/3. ഇതുപോലെ കണ്ടിന്യൂസ് ഫ്രാക്ഷൻ നമ്മൾ വരുന്ന സമയത്ത് ലാസ്റ്റ് താഴെ നിന്ന് മുകളിലോട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവസാനത്തെ 5+2/3 മാത്രം എടുക്കണം. ഇത് നമുക്ക് ചെയ്യാൻ അറിയാം അല്ലേ? എങ്ങനെ ചെയ്യാൻ പറ്റും? 3ഉം 5ഉം ഗുണിച്ചതിന് ശേഷം ഈ 2 കൂട്ടും അല്ലേ? അപ്പോൾ 3ഉം 5ഉം ഗുണിച്ചാൽ 15, 15 + 2 17. അപ്പോൾ നമുക്കിവിടെ 17/3 എന്ന് എഴുതാം. 17/3. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 2/, എന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 1 ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ 2/, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഹരിക്കണം അല്ലേ? അതാണ് ഇതിന് മീനിങ്. ഇവിടെ 2/, ഈ 5+2/3യുടെ വാല്യൂ ആണ് 17/3 എന്ന് കിട്ടിയത്. ഇനി അവിടെ ഒരു 2, നമുക്ക് ഈ ഒരു സെക്ഷൻ കൂടി എടുക്കുകയാണ്. 2/, എടുക്കുകയാണ്. 2/, പറഞ്ഞാൽ 2 ഹരിക്കണം 17/3 എന്നാണ് അർത്ഥം.
അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതുപോലെ ഫ്രാക്ഷൻ വരുന്ന സമയത്ത് ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതണം, ഹരണം എന്നത് ഗുണനം ആയിട്ട് മാറും, മറ്റ് സംഖ്യയുടെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ എത്ര വരും? ഇവിടെ 3/17 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2 3 ഗുണിച്ചാൽ 6/17, ആൻസർ 6/17 എന്ന് കിട്ടും ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ 2+ എന്നുകൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ താഴേന്ന് മുകളിലോട്ടാണ് ചെയ്തു പോരുന്നത്. ഇനി ഇവിടെ 2+ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2+, ഇതിൻ്റെ ടോട്ടൽ ആൻസർ നമുക്ക് 6/17 എന്ന് കിട്ടി. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 17ഉം 2ഉം ഗുണിക്കണം. അപ്പോൾ നമുക്കറിയാം 17ഉം 2ഉം ഗുണിച്ച് കഴിഞ്ഞാൽ 34, 34ഉം 6ഉം കൂട്ടി കഴിഞ്ഞാൽ 40, ആൻസർ 40/17 എന്ന് കിട്ടും. ഓക്കെ, 40/17 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത്, അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്തത്. ഇനി 1/, നമ്മൾ നേരത്തെ പഠിച്ചു 1/, ഒരു ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫ്രാക്ഷൻ്റെ ഇൻവേഴ്സ് ഫ്രാക്ഷൻ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ 1/, ഇപ്പം ഇത്രയും സംഖ്യകൾ ചെയ്തപ്പോഴാണ് നമുക്ക് 40/17 കിട്ടി. ഇനി ഇവിടെ നമുക്ക് 1/, എടുക്കണം. അപ്പോൾ 1/40/17, 1/40/17 എന്ന് പറഞ്ഞാൽ 40/17ൻ്റെ ഇൻവേഴ്സ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 17/40 കിട്ടും അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ഫ്രാക്ഷൻ 17/40. ഇനി ഇവിടെ ബാക്കി എന്തുണ്ട്? ഒരു 2+ ഉണ്ട്. ആ 2+ കൂടി ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? 40ഉം 2ഉം കൂടി കഴിഞ്ഞാൽ 80, 80 + 17 97/40, ആൻസർ 97/40 എന്ന് കിട്ടും. ഓക്കെ, മറ്റൊരു ഉദാഹരണം കൂടി ചെയ്തോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6+ 1/1 + 1/1/2 + 1/2. ഓക്കെ, താഴെ നിന്ന് മുകളിലോട്ട് ചെയ്യാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കണക്കാണ്. കാരണം താഴെ 1/2 + 1/2, അര പ്ലസ് അര, നമുക്കറിയാം അര പ്ലസ് അര എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ ഇവിടുന്ന് താഴോട്ട് ചെയ്ത് നോക്കാം. അര പ്ലസ് അര 1, അപ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. അപ്പോൾ ഇവിടെ അര പ്ലസ് അര എന്ന് പറഞ്ഞാൽ 1, അപ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ വീണ്ടും 1. ഇവിടെ 1 + 1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമുക്കിവിടെ 6 + 1/2 എന്ന് കിട്ടും. ഒരിക്കൽ കൂടി പറയുന്നു, ഇവിടെ 1/2 + 1/2, 1/2 + 1/2 പറഞ്ഞാൽ അര പ്ലസ് അര 1 അല്ലേ? അപ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1/1 എന്ന് പറഞ്ഞാൽ 1, ആ 1ഉം കൂട്ടി കഴിഞ്ഞാൽ 2. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എഴുതാം 6 + 1/2 എന്ന് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ 6 + അര എന്ന് പറഞ്ഞാൽ 6.5 എന്ന ആൻസർ കിട്ടും. 6 അല്ലേ? നമുക്ക് 6 + അര എന്ന് പറഞ്ഞാൽ 6.5 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി അല്ലാത്ത രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് വിഷമ ഭിന്നായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 2ഉം 6ഉം ഗുണിച്ചാൽ 12, 12 + 1 13/2. അപ്പോൾ ഇത് ആൻസറാണ്, ഇതും ആൻസറാണ്. അപ്പോൾ ഏത് ആൻസറാണ് എഴുതേണ്ടത്? അത് നമുക്ക് ചോദ്യത്തിൽ നമുക്ക് 4 ഓപ്ഷനിൽ ഒന്നുകിൽ ഇത് തന്നേക്കാം അല്ലെങ്കിൽ ഇത് തന്നേക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഓപ്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, രണ്ടും ആൻസർ തന്നെയാണ്. അപ്പോൾ ഏതാണ് നമുക്ക് ഓപ്ഷനിൽ വന്നിരിക്കുന്നത് അത് നമുക്ക് എടുത്തെഴുതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇതിന് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്നോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എഴുതാണ് 6 + അര 6, ഇങ്ങനെ എഴുതുന്നതിന് മിക്സ്ഡ് ഫ്രാക്ഷൻ എന്നും ഇങ്ങനെ എഴുതുന്നതിന് അതിനെ വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നുമാണ് പറയുന്നത്. ഓപ്ഷനിൽ ഏത് ഫ്രാക്ഷൻ ആണോ തന്നിരിക്കുന്നത് അതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് 4 - 5/1 + 1/3 + 1/2 + 1/4. ഓക്കെ, അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ഫ്രാക്ഷനാണ് തരുന്നതെങ്കിൽ താഴേന്ന് മുകളിലോട്ട് ചെയ്യണം. ഇവിടെ അവസാനത്തെ നമ്പർ ഇവിടെ 2 + 1/4 നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ 4ഉം 2ഉം ഗുണിച്ചാൽ 8, 8 + 1 9/4 അല്ലേ? അപ്പോൾ ഇവിടെ 9/4 എന്ന് കിട്ടും. 9/4 ആണ് കിട്ടിയത്. ഇനി ഇവിടെ 1/, അടുത്ത നമ്പർ എടുക്കുകയാണ് 1/, ഇതും കൂടി എടുക്കുകയാണ്. അപ്പോൾ 1/9/4 എന്ന് പറഞ്ഞാൽ 9/4ൻ്റെ ഇൻവേഴ്സ് ഫ്രാക്ഷൻ. അപ്പോൾ 9/4ൻ്റെ ഇൻവേഴ്സ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ച് എഴുതാം, അംശം ചെയ്തായിട്ട് അംശമായിട്ട് എഴുതാം. അപ്പോൾ എത്ര കിട്ടും? 4/9 എന്ന് കിട്ടും. ഇനി ഇവിടെ 3+, ഇത്രയും ടേംസ് നമ്മളെടുത്തു. 3+, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. 3 + 4/9 ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 9ഉം 3ഉം ഗുണിച്ചാൽ 9 27, 27 +
4 31 31/9 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിവിടെ 1/, ഇതെല്ലാം ഇതിൻ്റെ ടോട്ടൽ ആൻസർ ആണ് നമുക്ക് 31/9 എന്ന് കിട്ടിയത്. ഇനി 1/31/9, 1/31/9 എന്ന് പറഞ്ഞാൽ 31/9ൻ്റെ ഇൻവേഴ്സ് ഫ്രാക്ഷൻ. അപ്പോൾ എത്ര കിട്ടും? 31/9ൻ്റെ ഇൻവേഴ്സ് ഫ്രാക്ഷന് 9/31. ഇനി ഇവിടെ ഒരു 1+ ഉണ്ട്, ആ 1+ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്തു നോക്കാം. 31 1 ഗുണിച്ച് കഴിഞ്ഞാൽ 31, 31 + 9 40, 40/31. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തുണ്ട്? 5 ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ 5 ഹരിക്കണം 40/31 അല്ലേ? ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 5നെ അതുപോലെ എഴുതണം. ഹരണം എന്നത് ഗുണനമായിട്ട് മാറും. സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കും അല്ലേ? അപ്പോൾ 40/31ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 31/40 എന്ന് എഴുതും. നമുക്കറിയാം 5ൻ്റെ ഗുണിതമാണ് 40, അതുകൊണ്ട് 5ഉം 40ഉം വെട്ടാം. 5നോട് എത്ര ഗുണിച്ച് 40 കിട്ടും? 8 അല്ലേ? 8 5 40. ആ 8 വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എഴുതിയാൽ നമുക്കിവിടെ 31/8 എന്ന് കിട്ടും. 31/8. ഇനി നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ടില്ല. ഫൈനൽ ആൻസർ ആവണമെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഒരു 4- കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ നമ്മൾ 5/, ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഇതിൻ്റെയോട് കൂടി ഒരു 4- കൂടി ഉണ്ട്. അപ്പോൾ 4 - 31/8 എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം 8ഉം 4ഉം ഗുണിക്കും. 4ഉം 8ഉം ഗുണിച്ചാൽ 32 അല്ലേ? 32 - 31 എന്ന് പറഞ്ഞാൽ 1 ഡിനോമിനേറ്റർ 8. ഫൈനൽ ആൻസർ 1/8 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ അവസാനം വന്നിരിക്കുന്നത് ഇവിടെ 4- ഇത്രയും ടേംസ് നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്? 31/8 കിട്ടിയത്. ഇവിടെ ഒരു 4- കൂടി ഉണ്ട്, അതുകൊണ്ടാണ് 4 - 31/8 എഴുതിയത്. നമുക്കറിയാം ഇത്തരം കണക്കിൽ ചെയ്യുമ്പോൾ 8ഉം 4ഉം ഗുണിക്കും. 8ഉം 4ഉം ഗുണിച്ചാൽ 32 ഇവിടെ മൈനസ് ആണ്. 32 31 കുറച്ചാൽ 1 കിട്ടും. പിന്നെ ഇവിടെ ഫ്രാക്ഷനായിട്ട് ഇതേ ഫ്രാക്ഷൻ തന്നെയാണ് ഇവിടെ എഴുതുന്നത്. ആൻസർ 1/8 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കണക്കിൽ ഇവിടെ പൂർണ്ണമാകും.